ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്താണ് ഞാനൊരു ദിവസം തിന്നുകൊണ്ടിരിക്കണമെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അതെ ഗൈസ്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഓർ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ത് വേണമെങ്കിലും കണക്ക് കൂട്ടാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം റെസ്റ്റിംഗ് ആ ഒരു മോഡിലായിരിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്ത വേദനകളൊന്നുമില്ല, കിതപ്പ് അത് ഇത് നോക്കുമ്പോഴായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റിലായിട്ട് മെല്ലെയാണ് ഒരു സ്ലോ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരിക്കും എൻ്റെ. പണ്ട് അത് തന്നെയാണ്. പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിക്ക് എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ വിശന്നിട്ട് നേരത്തെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേലും എഴുന്നേൽക്കും. അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് എല്ലാം സെറ്റിലായ ശേഷം ഞാനൊന്ന് ചുമ്മാ ഒന്ന് എല്ലാത്തിനെയും ഒന്ന് പോയി ഹായ് ബായ് ഒക്കെ പറഞ്ഞ് വീട്ടിലെ പൂച്ചയ്ക്കും എല്ലാവരുടെ കുക്കുക്കൊക്കെ ഹായ് ബായ് ഒക്കെ പറഞ്ഞ്, കുക്കു ഞാൻ ഒരുമിച്ചാണ് എന്നാൽ പോലും ബാക്കി എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ പോവും എന്താണെന്ന് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛന് മാഗിയായിരുന്നു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് നേരത്തെ പോവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാഗി വേണ്ട, ഞാൻ ദോശ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേലും ഞാൻ വേഗം പോയിട്ട് പല്ലൊക്കെ തേച്ച് സെറ്റായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. പല്ല് തേക്കാനിരിക്കുമ്പോഴേലും എനിക്കൊരു 10 മിനിറ്റ് വേണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുമോ എന്നുള്ള പേടിയാണ്. ഇപ്പം ഛർദ്ദിയൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്കൊരു പേടിയാണ് വരുമോ എന്നുള്ളത്. അപ്പം മെല്ലെ മെല്ലെയാണ് പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് വരിക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ദോശയും രാവിലെ അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മുളേഷനുമായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് രാവിലെ മീൻകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് ദോശയും മീൻകറിയും അല്ലെങ്കിൽ പുട്ടും മീൻകറിയും അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ച് ദിവസം മുൻപ് വരയ്ക്കും ഞാൻ കുറച്ചും കൂടെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ പാലും പഴവും കഴിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഴിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കെന്തോ പാലും പഴവും കഴിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, കുറച്ചും കൂടെ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരിപാടിക്കൊക്കെ ഇറങ്ങിയത്. പക്ഷേ എനിക്കിപ്പോൾ പറ്റണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ രീതി ചെയ്യാം, കൂടുതലായിട്ടൊന്നും ഫോഴ്സ് ചെയ്യേണ്ട. കാര്യം പറ്റണില്ല എനിക്ക്. പിന്നെ ആകെ മൊത്തം ഛർദി ആ ഒരു കൈൻഡ് ഓഫ് സംഭവമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എഴുന്നേറ്റിട്ട് രാവിലെ 2 ദോശയും മുളേഷനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മരുന്ന് കുടിക്കാണ്ട് 3 നേരം അയൺ ഡെഫിഷ്യൻസി പിന്നെ കാൽഷ്യം ഓഫ് കോഴ്സ് നമുക്ക് ഈ ടൈമിൽ തരുമല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ട്. അത് 3 നേരമായിട്ട് നമ്മൾ മാറി മാറി കുടിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സെറ്റിലായ ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റിലാവാന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള ന്യൂട്രിഡമിൻ്റെ ഡീടോക്സ് ക്ലെൻസറാണ് കേട്ടോ. അതായത് 2% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, AHA ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോസൊക്കെ ക്ലോഗ് ആയിട്ടുണ്ടെങ്കിൽ അൺക്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്മൂത്ത് ആക്കാനും ഈവൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് കൊളാജൻ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഫേമർ ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മൊത്തത്തിലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റണ്ണി കൺസിസ്റ്റൻസിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലെൻസറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഓഫ് കോഴ്സ് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ ഒരു ക്രിയേറ്റർ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് എന്തൊക്കെയാണെങ്കിലും മാറി മാറി ഉപയോഗിച്ചിട്ട് നമ്മൾ അവസാനം എത്തുന്ന കുറച്ച് പ്രോഡക്റ്റ്സിൽ ഒരെണ്ണമാണിത്. അതിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. മാത്രമല്ല പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫേസിൽ റെഡ്നെസ് ഉണ്ട്, ഇൻഫ്ലമേഷൻസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ജെൻറ്റലാണ് കേട്ടോ. സപ്പോസ് ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. മാത്രമല്ല ഇതെന്താ പറയുക ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവറോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഈ ചൂട് കാലത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മോയ്സ്ചറൈസിങ് ലോഷനായിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽട്ടായപ്പോൾ ഓവർ ആയിട്ട് ഭയങ്കര ഒരു ഹെവി ഫീലൊന്നും വരത്തില്ല കേട്ടോ. എന്തായാലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. അല്ലാതെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, പിൻഡ് കമൻറ്റിലും കൊടുത്തേക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ശേഷം ഞാനിപ്പോൾ കാണിക്കുന്നത് കുറച്ച് കളർ പെൻസ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുട്ടി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഡയറി, ജേർണൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഒരു മൂഡ് സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ സാധനം എടുക്കും. ഒന്നുമില്ലെങ്കിൽ ഡയറി അല്ലെങ്കിൽ ജേർണൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും എഴുതും അല്ലെങ്കിൽ വരയ്ക്കും. വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വരയൊന്നുമല്ല, ഒരു നോർമൽ എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി മരുന്ന് കുടിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണ പോലെയാണ്. എനിക്ക് മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു ഛർദ്ദിക്കാൻ വരുന്നൊരു ആ ഛർദ്ദിമയം ഓണായിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് തിന്നാൽ എനിക്കിപ്പോൾ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടു കൊടുക്കും. അമ്മ കഴിച്ചിട്ട് എനിക്ക് വാരിത്തരുക ചെയ്യാറ്. കാര്യം എന്നാൽ മാത്രമേ അത്യാവശ്യം കുറച്ച് ചോറുള്ളി പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പം അങ്ങനെ ആവശ്യത്തിനുള്ള കഴിക്കാൻ പറ്റും ആ ഒരു ലെവലിലല്ലല്ലോ. നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ഗെയിൻ വേണം, കുറച്ചും കൂടെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയും അമ്മ ഞാൻ ചോറെടുത്തിട്ട് വരാം, അമ്മ വാരി തന്നാൽ മതിയെന്ന്. അപ്പോൾ രാത്രി ഉച്ചയ്ക്ക് അമ്മയാണ്, രാവിലെ മാത്രമേ ഞാൻ എൻ്റെ കൈ കൊണ്ട് വാരി കഴിക്കാറുള്ളൂ കേട്ടോ.
അപ്പോൾ ഇന്ന് ചോറിന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ചക്കക്കറിയും അതേപോലെ തന്നെ മുളേഷനുമാണ്, മുളകിട്ട് മീൻ കറിയും. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഈക്വൽ എമൗണ്ടിലെടുത്ത് ചോറും എടുത്ത് ഉപ്പിലിട്ട മാങ്ങയും എടുത്ത് അമ്മ നന്നായിട്ട് കുഴച്ച് സെറ്റിൽ ചെയ്തിട്ട് എനിക്കിങ്ങനെ വാരിത്തരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2 നടത്താൻ അങ്ങോട്ട് അടക്കും, എന്നിട്ട് കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് പോവുക. അതിന് ശേഷം ഉച്ചയ്ക്ക് കാൽഷ്യം ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു കാൽഷ്യത്തിൻ്റെ, അതും കൂടെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അത് ആ സമയം വരയ്ക്കും ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ എനിക്ക് അതൊന്നും താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ശരി ഫാനിൻ്റെ ചൂട്ടിൽ തന്നെ ഇരിക്കാം, വീഡിയോ എടുക്കുമ്പോഴേലും അത് നടക്കത്തില്ല, അത്യാവശ്യം കുറച്ച് പണി എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും കുറച്ച് നേരം ഉച്ചവരയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്ലോ ആയിട്ട് നടന്ന് കളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ മാക്സിമം എഡിറ്റിംഗ് ആയിരിക്കും. വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്ത് വയ്ക്കുക, അത് രാവിലെ ഒരു ഉച്ച സമയം വരെ എഡിറ്റ് ചെയ്യും. ശേഷം ഇന്നങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെല്ലാം സെറ്റിൽ ചെയ്ത ശേഷം ഞാൻ വൈകുന്നേരം ആയപ്പോഴേലും അച്ഛമ്മയുടെ അടുത്ത് പോയി. അച്ഛമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 6-7 മണിയുടെ ഇടയ്ക്കാണ് നമ്മൾ ചായ കുടിക്കുക. അപ്പോൾ ഇന്നത്തെ ചായയുടെ ഡ്യൂട്ടി എനിക്കായിരുന്നു. അച്ഛമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് കഴിച്ചു, ഇത് കഴിച്ചു, അത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വന്നപ്പോൾ തൊട്ട് അച്ഛമ്മ പറയായിരുന്നു ഇഡ്ഡലി അവിടെ ഇരിപ്പുണ്ട്, മുളക് ചാലിച്ചതുണ്ട്. മുളക് ചാലിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ അറിയത്തില്ല, എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക കേട്ടോ. അതായത് കുറച്ച് മുളക് പൊടി, കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ച് നമ്മൾ ആക്കിയിട്ടൊരു സംഭവം ആക്കത്തില്ല, അതായത് കുക്ക് ചെയ്യത്തില്ല, ഒരു സാധനം. അതിനാണ് നമ്മളിവിടെ എന്താ പറയുക മുളക് ചാലിച്ചതെന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആ സാധനം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ചായയൊക്കെ പതിച്ച് ഞാനിങ്ങനെ ഒഴിച്ച് സെറ്റാക്കിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ശരി അച്ഛമ്മ പറഞ്ഞ സ്ഥിതിക്കും ഒരു ഇഡ്ഡലിയും മുളക് ചാലിച്ചതും കഴിക്കാം. അച്ഛമ്മ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ട് കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ, മുളകാണ്, എരിവാണ്, അതുകൊണ്ട് ഒത്തിരിയൊന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ എനിക്കത് കൂട്ടി കഴിക്കുമ്പോഴേലും കുറച്ച് അത്യാവശ്യം കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു വികാരം മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ കുറച്ച് അതും പിന്നെ തക്കാളി കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും ഞാൻ ഈ പറഞ്ഞ മുളക് ചാലിച്ച സാധനമാണിത്. അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിനേക്കാളും കുറവെടുത്താൽ മതി എന്ന് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇച്ചിരിയും കൂടി എടുത്തിട്ടുണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ തക്കാളിക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുഴച്ചിട്ടാണ് കഴിക്കുക. എനിക്ക് ഇഡ്ഡലി ഇതേപോലെ തൊട്ട് കഴിക്കുന്നതിനേക്കാളും തൊട്ട് കഴിക്കുക ഇഷ്ടമാണ്. എന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന മൊത്തത്തിൽ കുഴച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ അച്ഛമ്മയുടെ അടുത്ത് അച്ഛമ്മ ഒരു ഇഡ്ഡലി എടുത്തതിന് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഇഡ്ഡലിയാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഒരു 2 എണ്ണം എടുക്ക്, പോയിട്ടെടുക്ക്, ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അച്ഛമ്മ ഒരെണ്ണം മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ അച്ഛമ്മ പാതി ടൈം സീരിയലിൽ മുഴുകി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചായ ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയപ്പോഴേലും നീക്ക് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതായത് നിലാവുക്ക് മേലെ കോപം, ഇത് ഞാൻ തോന്നുന്നു ധനുഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതും കണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിപ്പോയി. പിന്നെ അച്ഛമ്മ കാണാൻ രാത്രി ബൂസ്റ്റും കൊണ്ട് വരുന്നു, അതും കുടിച്ചിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി ഗൈസ്. ഇതായിരുന്നു എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ബൈ ബൈ.